ഹായ് ഹലോ നമസ്കാരം എല്ലാ മനി പ്രേക്ഷകർക്കും ലേഡീസ് അവരുടെ കുക്കറി സെഗ്മെന്റായ ടുഡേയ്സ് ടേസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം വല്യശാലയിലുള്ള റേക്സ് കിച്ചണിലാണ്. റേക്സ് കിച്ചണിൻ്റെ ഓണറായിട്ടുള്ള ശ്രീദേവി ചേച്ചി ഒപ്പമുണ്ട്. ശ്രീദേവി ചേച്ചിയെ സ്വാഗതം ചെയ്യാം. ചേച്ചി വെൽക്കം ടു ദ ഷോ. ഹലോ. ഇന്ന് എന്താണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഇന്ന് നെയ്ച്ചോറാണ്. ഇത് ഒരു സ്പെഷ്യൽ നെയ്ച്ചോറാണ്. സാധാരണ മുസ്ലിംസിൻ്റെ നെയ്ച്ചോറൊന്നുമല്ല, ബ്രാഹ്മിൻസ് ഞാൻ തന്നെ എൻ്റെ അമ്മ കണ്ടുപിടിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു വെജ് നെയ്ച്ചോറാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തുടങ്ങാം. ഇതിന് 1 കപ്പ് അരി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 1/4 കപ്പ് പീസ് വേവിച്ചെടുത്ത്, ഒരു 1/4 കപ്പ് ക്യാരറ്റ് വേവിച്ച് അതിൻ്റെ കൂടെ കുറച്ചൊരു 3 അല്ലി ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി 1/4 കപ്പ്, കാഷ്യൂ 1/4 കപ്പ്, പിന്നെ ഗരം മസാല 2-3 സ്പൂണ്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണോ? അതെ, വീട്ടിൽ ചെയ്താണ്. ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് ഒരു 3-4 സ്പൂൺ. ഓക്കെ, അപ്പോൾ ഒത്തിരി ഹെവി ആയിട്ടുള്ള റിച്ചായിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്താലോ? ഇതിപ്പോൾ നമ്മൾ പുറമേ കാറ്ററിംഗ് പോലെ കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇത് കൊടുക്കുന്നില്ല. ഇല്ല, ഇത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ചെയ്തതാണ്. അതെ. ഓക്കെ, ശരി, അപ്പോൾ തുടങ്ങാം. നമ്മൾ ഒരു മിനിറ്റ്, അതിന് മുന്നേ തന്നെ നമ്മൾ ചോറ് എങ്ങനെയാ ക്വാണ്ടിറ്റി? 1 കപ്പ് അരി 3 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. സാധാരണ രീതിയിൽ പച്ചരി തന്നെ എടുക്കണം. ചെമ്പരി പറ്റത്തില്ല, പച്ചരി തന്നെ. ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കിച്ചൺ കിങ് ആണ്. ഓക്കെ, അപ്പോൾ അതൊരു ഉപ്പൊക്കെ ഇട്ടിട്ട് ഇല്ല, വെറുതെ അരി വേവിച്ചെടുത്തതേ ഉള്ളൂ. ഓക്കെ, ശരി, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു 3-4 സ്പൂണ് നെയ്യ് കടായിലോട്ട് ഒഴിക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യൊന്ന് ചൂടാകട്ടെ. അത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഈ ചോറ് കറിയൊന്നും കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ എന്നും സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ എന്തെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞ് അമ്മ ബിരിയാണി ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ ആ ബിരിയാണി ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് ബിരിയാണി റൈസ് യൂസ് ചെയ്യാതെ പച്ചരിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചൂടാവണം അല്ലേ? നെയ്യൊന്ന് ചൂടാവണം. എന്നിട്ട് കപ്പലണ്ടിയും കാഷ്യൂ ആദ്യം വറുത്തെടുക്കാം. ഓക്കെ, അതൊന്ന് ചൂടാവുന്ന ടൈമിൽ നമ്മുടെ റേക്സ് കിച്ചൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാവോ? റെക്സ് കിച്ചൺ എന്ന FB പേജിൽ ഒരു എന്താ അതിന് മുന്നേ ഈ റെക്സ് കിച്ചൺ എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞു. റെക്സ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് രേഖ എന്നാണ്. അതിന് കസിൻസ് എല്ലാം ഷോർട്ടായിട്ട് റെക്സ് എന്ന് വിളിച്ച് അങ്ങനെ റെക്സ് കിച്ചൺ എന്ന് വെച്ചു. ഇപ്പോൾ ഞങ്ങളിവിടെ സ്വീറ്റ്സും സ്നാക്സും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മെയിൻലി ഇപ്പോൾ അതാണ്, സ്വീറ്റ് സ്നാക്സ് ഒക്കെയാണ്. ഇനി ഫർദർ ഓൺ ദി ഗോ കുറച്ചുകൂടി റൈസ് ഐറ്റംസ് ഒക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പം നമുക്ക് എണ്ണ ചൂടായി. കപ്പലണ്ടി ആദ്യം 1/4 കപ്പ് കപ്പലണ്ടി നെയ്യിലോട്ട് ഇടുവാണ്. ഇനി കാഷ്യൂ 1/4 കപ്പ് കാഷ്യൂവും കപ്പലണ്ടി ആദ്യം വറുത്തെടുക്കാം. ഇത് ചോറ് വേവിച്ച് വെച്ചാൽ ഈസി ആയിട്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഡിഷാണ്. ശരിക്കും ഈ ഇത്ര ഇൻഗ്രീഡിയൻസ് ചോറിലേക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഗരം മസാലയൊക്കെ എങ്ങനെയാണ് ചെയ്തേക്കണമെന്ന് പറയാമോ? അതിൻ്റെ കണ്ടന്റ് ഒന്ന് പറയാമോ? ഗരം മസാല അത് അമ്മയാണ് ചെയ്യുന്നത്. ഈ ഗരം മസാല കൂട്ടില്ല, ഒരു കൂട്ടായിട്ട് പാക്കറ്റായിട്ട് കിട്ടുന്നതിന് അതിനെ ഒന്ന് ചൂടാക്കി ആറി കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കും. അത്രേ ഉള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറായി വരണം. ഓക്കെ, സ്കൂളിംഗ് ഒക്കെ ഹോളി ഏഞ്ചൽസിലായിരുന്നു. നമ്മൾ എക്സ് ഹോളി ഏഞ്ചൽസ് സ്റ്റുഡൻസ് ആണ് അല്ലേ? സ്കൂളിംഗ് ഹോളി ഏഞ്ചൽസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് +1 +2 നിർമ്മല ഭവനായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് കോളേജ് നാഷണൽ കോളേജ് അവിടെ കേട്ടിട്ടുണ്ടോ? അമ്പലത്തറ. കേട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, BSc കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആണ് അലയൻസിലേക്ക് ജോയിൻ ചെയ്തത്. അതെ, ഞാൻ വേറെ 2-3 കമ്പനിയിൽ പൈക്കണിലുണ്ടായിരുന്നു.
അങ്ങനെ എനിക്ക് അതിൽ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം നിൽക്കത്തില്ല. 6 മാസമായപ്പോഴത്തേക്ക് ആളവിടെ നിന്ന് സ്കൂട്ടായി. എന്നിട്ട് നേരെ നമുക്ക് താല്പര്യമുള്ള സംഗതി എന്താണോ ആ പാഷൻ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഫോളോ ചെയ്യാൻ കണ്ടുപിടിച്ചു, അതിലോട്ട് വന്നു. പക്ഷെ പാഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വേണ്ടി വന്നു. ഫ്രണ്ട് പറഞ്ഞ അനുസരിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെക്സ് ആണ് അല്ലേ? റെക്സ് കിച്ചൺ. എൻ്റെ കൂടെ ഫൈക്കണിൽ വർക്ക് ചെയ്തൊരു ഫ്രണ്ടായിരുന്നു, രാകേഷ് എന്ന് പറഞ്ഞു. ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. കുറച്ചുകൂടി ഒന്ന് കളറാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കാഷ്നട്ടും പീനട്ടും ഒക്കെ സെറ്റായി. അതെ, ഇനി നമുക്ക് അടുത്ത കലാവിരുദ്ധകൾ എന്താണ്? അടുത്ത പീസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. പീസും ക്യാരറ്റും. ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുക 1/4 കപ്പ്. അത് പീസും ക്യാരറ്റും ഒക്കെ ഇടുമ്പോൾ വെള്ളം കളഞ്ഞിട്ട് വേണം, വേവിച്ച വെള്ളം കളഞ്ഞിട്ട് വേണം ഇടാൻ. ഓക്കെ, ക്യാരറ്റും ഇടാം. ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. ക്യാരറ്റ് 1/4 കപ്പ്. ശരിക്കും സിമ്പിളാ അല്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും കിട്ടും. അതെ, എന്നാൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീൻസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ അത് ചെറുതായിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഞാൻ ബീൻസ് കഴിക്കാത്തതുകൊണ്ട് അത് ഇടാറില്ല. ഇത് തന്നെ നല്ല കളർഫുള്ളായിട്ട് കിട്ടും. പിന്നെ ഗരം മസാലയും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും തന്നെ അതിൽ നല്ലൊരു ഫ്ലേവർ വരുമല്ലോ. അപ്പോൾ നോർമൽ നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഈ ഒരു നെയ്യും ചോറും മിക്സ് ചെയ്ത് ആ വെജിറ്റബിൾസ് മാത്രം, ക്യാരറ്റ് അങ്ങനെയുള്ളത് മാത്രമേ ഇടാറുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ കാഷ്യൂം ഇതെല്ലാം കൂടെ, എനിക്ക് തോന്നുന്നു കാഷ്യൂം നെയ്ച്ചോറിൽ ഇടാറുണ്ട്. നമ്മൾ കപ്പലണ്ടി ഒന്നും അങ്ങനെ ഇടാറില്ല. അതവിടെ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ഓൾമോസ്റ്റ് നല്ല പറഞ്ഞ പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അവിടെ. അത് എത്ര നേരം? ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് 2 മിനിറ്റ് മതി. അപ്പോൾ ഇനി ഫർദർ എന്താണ്, ആസ് എൻ നമ്മൾ പറഞ്ഞു നേരത്തെ സ്വീറ്റ്സിൽ നിന്ന് ഇനി അടുത്ത ഷോപ്പിലേക്കും അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കാറ്ററിംഗ് ഒക്കെ പ്ലാൻ ഉണ്ടെന്നുള്ളത്. എന്താണ് അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഐറ്റം? അടുത്തായിട്ട് ഇപ്പോൾ ഒരാൾ ബൂന്തി ലഡു ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ യെല്ലോ കളറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചു മോട്ടിച്ചോർ ലഡു, അത് പിങ്ക് റെഡ് കളറിലാണ്. അത് പ്യുവർ ഗീ കൊണ്ട് ചെയ്തതാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ബൂന്തി ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്കത് പ്യുവർ ഗീയിൽ വേണം. അതും നല്ല ലൂസ് ഒറിജിനൽ മോട്ടിച്ചോർ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുക. എല്ലാം ആദ്യം സ്വന്തമായിട്ടൊന്ന് പരീക്ഷിച്ച് വീട്ടുകാരെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണല്ലേ അതെ. ആരാണ് ഏറ്റവും നല്ല ക്രിട്ടിക്കാരാ വീട്ടിൽ? ആരാണ് കഴിച്ചു നോക്കിയ അച്ഛൻ തന്നെയാണ്. എല്ലാം കറക്റ്റായിട്ട് എൻ്റെ ടേസ്റ്റും ഒരു ഫുഡി എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ പറയുന്നത് അച്ഛൻ. അമ്മയും കറക്റ്റായിട്ട് അതിലെന്ത് കുഴപ്പം ശരിയാക്കാൻ എന്ത് ചേഞ്ച് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ അച്ചാറൊക്കെ ഞാൻ വല്യമ്മയൊക്കെ എപ്പോഴും അച്ചാറിടും. അപ്പോൾ വല്യമ്മയുടെ ഒപ്പീനിയനൊക്കെ ചോദിച്ചിട്ടാണ്. അവിടെ സെറ്റായോ നമ്മുടെ? ഓൾമോസ്റ്റ് ആണ്. വെള്ളം ഒന്ന് കുറച്ച് വറ്റണം. ഇപ്പൊ അത് നെയ്യല്ലേ അവിടെ ഉള്ളത്? നെയ്യ് വേവിച്ച വെള്ളം ചെറുതായിട്ട് അതൊന്ന് ഇതാക്കി വെക്കാം. ഇനി നമുക്ക് ചോറ് ഇടാം ഇതിലോട്ട്. ഓക്കെ, 1 കപ്പ് ചോറ് അരി വേവിച്ച്. പച്ചരി തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ? പച്ചരി തന്നെ എടുക്കണം. ഏത് പച്ചരി ആയാലും കുഴപ്പമില്ല. ഇത് ഇടുമ്പോൾ കട്ടയായിട്ട് ഇടരുത്. വേവിച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഇടാൻ. കട്ട ഉണ്ടെങ്കിൽ അതിനൊന്ന് മാഷ് ചെയ്തിട്ട് വേണം ഇടാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ തൈര് സാദം പോലെയുള്ള ഐറ്റംസിനും ഒക്കെ നമ്മൾ ഇത് തന്നെയല്ലേ എടുക്കുന്നത്? ഈ പച്ചരിയാണ്. കർഡ് റൈസ്, ലെമൺ റൈസ് ഇതുപോലെ ഉണ്ടാക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെജിറ്റബിൾ ബിരിയാണിയിൽ നമ്മൾ എണ്ണയാണ് ബിരിയാണി റൈസ് യൂസ് ചെയ്യാതെ പച്ചരിയിൽ ഉണ്ടാക്കുന്നത്. നമുക്കിതിൽ ഗരം മസാലയും ഉപ്പും കൂടെ ചേർക്കാം. ഇനി നെയ്യുടെ ആവശ്യമുണ്ടോ? നെയ്യ് ആവശ്യമില്ല. ഗരം മസാല ഒരു 2 സ്പൂണ് വേണം. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ആവശ്യത്തിന്.
ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് സ്റ്റവ് ഓഫ് ചെയ്തു. ഇത് ഏകദേശം ഒന്ന് സെറ്റായി. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഉപ്പും ഗരം മസാലയൊക്കെ ആവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യം വേണമെങ്കിൽ ഇടാം. ഓക്കെ. അപ്പോൾ ഇത് നോർമലി നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും, സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, വെറുതെ കഴിക്കാം. പിന്നെ അങ്ങനെ സൈഡ് ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ സാലഡ്, പപ്പടം അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു ബിരിയാണി പോലെ തന്നെ, റൈസ് മാത്രം വ്യത്യാസം. റൈസും ബിരിയാണിയിൽ എണ്ണയായിരിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ തോന്നുന്നു. അല്ല, ബിരിയാണി നെയ്യ് തന്നെയാണ്. ഇത് കപ്പലിൻ്റെ ഒക്കെ എടുത്തില്ല. ഓക്കെ. അപ്പോൾ ഇത് റെഡി ആയിരുന്നുണ്ട്. ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും നമ്മളുടെ റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്, ഗീ റൈസ് സെറ്റായിട്ടുണ്ട്. ഇതിപ്പം വെറുതെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സാലഡും പിക്കിളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാലഡും പിക്കിളും കൂടെ വെച്ചിട്ട് കഴിക്കാം. എടുക്കട്ടെ ഞാൻ. ഓക്കെ. അപ്പം നമ്മളുടെ ഗീ റൈസ് അതെ കാണാമല്ലോ അല്ലേ എല്ലാവർക്കും? നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയാം. അപ്പോൾ ഇതെന്തായാലും പുറത്ത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഞാൻ അപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഇനി ഇത് സെയിൽസ് തുടങ്ങും അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ശരി, ഞാനാണ് ആദ്യത്തെ ഇര. ഓക്കെ, കഴിച്ചു നോക്കട്ടെ. ഇത് കാണുമ്പോൾ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു കട്ട് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ നമ്മുടെ റൈസ് ഡിഫറെൻ്റ് ആണ്. ഫുള്ളായിട്ടുണ്ട്. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി സാലഡും ഇതൊന്നും ഇല്ലാണ്ട് തന്നെ വെറുതെ കഴിച്ചാലും ആ ഗരം മസാലയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ധൈര്യമായിട്ട് തുടങ്ങിക്കോട്ടോ. കാറ്ററിംഗ് ഒക്കെ നല്ലതായിട്ട് തുടങ്ങിക്കോളൂ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ബാക്കിയൂടെ കഴിക്കട്ടെ. ഇത് മാത്രമല്ല, ഇവിടെ പിക്കിളും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പിക്കിളും നമ്മുടെ ഈ നെയ്ച്ചോറിൻ്റെ ഒപ്പം ശ്രീദേവി ചേച്ചി തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ പറയുകയാണ്, റെക്സ് കിച്ചൺ എന്നാണ് ഫേസ്ബുക്ക് പേജ്. REKZ. ഓർഡർ ചെയ്യാൻ ഫേസ്ബുക്ക് പേജ് വഴിയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പേജ് വഴിയോ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. നമ്പർ കൊടുക്കുന്നതായിരിക്കും. വാട്സാപ്പ് നമ്പർ നമ്മൾ തന്നേക്കാം. ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടി പാതി കുറഞ്ഞു, ബാക്കി പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഇനിയും കുറച്ച് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും അല്ലേ? അതെ, വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്ത് ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഏതെങ്കിലും ഓർഡർ കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തരും. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ഐറ്റവുമായിട്ട്. അതുവരെ ബൈ.